ദേവിക വന്നു എന്ന് തോന്നുന്നു. നമസ്കാരം എം.എൽ.എ. നമസ്കാരം മാഡം. വന്നിട്ട് കുറെ നേരമായോ? ഇരിക്കണം മാഡം. ദേ, ഇതൊരു പരാതിയാണ്. എന്റെ മകനെ കാണാനില്ല. അന്വേഷിച്ചു മടുത്തു. ഒരറിവുമില്ല. അവന്റെ കൂട്ടുകാർക്കും ഒന്നും അറിയില്ല. പോലീസ് കൈമലർത്തുന്നു. നാട്ടിലെങ്ങും ഇല്ലത്രേ. ഇനി ആശ്രയം എം.എൽ.എ. ആണ്. എം.എൽ.എയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം അടുത്തത് ഇനി ആരെ കാണണമെന്ന് തീരുമാനിക്കാൻ. മാഡം, ഞാൻ ഇപ്പൊ തന്നെ ഈ കേസിന്റെ പുറകിലുണ്ട്. ഋഷിയെ കാണാനില്ലാന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഡിവൈഎസ്പി വിളിക്കുകയും വിഷയത്തിന്റെ പ്രാധാന്യം പറയുകയും ചെയ്തു. ഡിവൈഎസ്പി ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചു. അദ്ദേഹം മിടുക്കനായ ഒരു ഓഫീസറാ. തീർച്ചയായും ഈ കേസിന് കൃത്യമായൊരു റിസൾട്ട് ഉണ്ടാവും. ഞാൻ അദ്ദേഹത്തെ വിളിച്ചോളാം. അയാളിൽ നിന്നും അനുകൂല നടപടി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഈ ഐസക് കുരുവിള ഒരുപാട് കേസൊക്കെ തെളിയിച്ച് നല്ല സർവീസ് റെക്കോർഡുള്ള ആളാ. എങ്കിൽ പിന്നെ ഇത്രയും ദിവസമായിട്ടും എന്റെ മകനെ കണ്ടുപിടിച്ച് കൊണ്ടുവരാത്തെന്താ? അയാളെ ആരോ സ്വാധീനിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നിർദ്ദേശം പോയിട്ടുണ്ടല്ലേ ഉടനെ ഒന്ന് കണ്ടുപിടിക്കണ്ടെന്ന്. നിങ്ങളുടെയൊക്കെ കണ്ണിലെ കരടല്ലേ ഋഷി? അവൻ കാണാൻ മറയത്ത് നിൽക്കട്ടെ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. മാഡം പ്ലീസ്, ഈ രീതിയിൽ സംസാരിക്കരുത്. അരുന്ധതിയും ഈ കുടുംബവും തമ്മിൽ നല്ല ശത്രുതയിലാണ്. അത് നമുക്ക് രണ്ടു കൂട്ടർക്കും അറിയുകയും ചെയ്യാം. നിങ്ങളുടെ വിഷമം ഞങ്ങൾക്കറിയാം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വേദന മാറട്ടെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാ അന്വേഷണം കൃത്യമായും വേഗത്തിലും നടക്കാൻ ഞങ്ങളും കൂടെ നിൽക്കുന്നത്. മാഡം, മാഡത്തിന് ഋഷി മകനാണ്. എനിക്കവനൊരു അനിയന്റെ സ്ഥാനത്താ. പഴയ വൈരാഗ്യം വെച്ചല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഡിവൈഎസ്പി കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഋഷി അന്വേഷിച്ച് കണ്ടെത്തും. അതല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി പുതിയ ആളെ കൊണ്ടുവരാൻ DGP കണ്ട് പറയും. ഹോം മിനിസ്റ്ററിയും ശക്തമായി ഇടപെടുത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കാൻ വേണ്ടിയുള്ള കള്ളങ്ങളല്ലേ MLA ഇതെല്ലാം? ഞാൻ മാഡത്തെ കുറ്റം പറയുന്നില്ല. മാഡത്തിന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ചു പോകും. പക്ഷെ മാഡം, എന്നെക്കുറിച്ച് മാഡത്തിന് വ്യക്തമായിട്ട് അറിയാം. എനിക്കിപ്പോ എല്ലാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതിനിപ്പോ ഞാൻ ഉത്തരവാദിയല്ല. എന്റെ ഉള്ളിലെ ചിന്തകൾ കയ്യിലെടുത്ത് മാഡത്തെ കാണിച്ചു തരാനും പറ്റില്ല. മാഡം, ഇടയ്ക്കിവിടെ നന്ദുവിന് അല്പം ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തും നന്ദുവിന് ആരോഗ്യം തിരിച്ചു വരുന്നതിനോടൊപ്പം ഋഷിയും മാഡത്തിന് തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചതാ ഞാൻ. ദാ അമ്മ, ഋഷിയെ കാണാതായപ്പോ അമ്മയ്ക്കും വിഷമമായി. അമ്മയും ഋഷി അവഹേളിച്ചതൊക്കെ മറന്നു. ഋഷി തിരിച്ചു വരും. പക്ഷെ തിരിച്ചു വന്നിട്ടും ഇവിടെ അമ്മയോട് വൈരാഗ്യം തീർക്കാൻ വന്ന ഞങ്ങള് നിയമപരമായിട്ട് നേരിടുകയും ചെയ്യും.